കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി തുടരുകയാണ്. രാവിലെ 7:15 തന്നെ മുഖ്യമന്ത്രി വേദിയിലെത്തി പരാതികൾ സ്വീകരിച്ചു. 6908 പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത്. ഇതിൽ 301 അപേക്ഷകരെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് തീരുമാനമെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം ഗ്രാമസഭകൾക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രാമസഭകൾ അവര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രാമസഭകൾ ഉണർന്നു പ്രവർത്തിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്നവർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ, അവസരങ്ങൾ ലഭ്യമാക്കും. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതേസമയം സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് LDF ജനസമ്പർക്ക പരിപാടിയിലേക്ക് നടത്തിയ മാർച്ച് കോടതി പരിസരത്ത് പോലീസ് തടഞ്ഞു. മറാഠി സംവരണ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് BJPയും ജനസമ്പർക്ക വേദിയിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജനസമ്പർക്ക പരിപാടിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ADGP ശങ്കർ റെഡ്ഡി, IG സുരേഷ് രാജ് പുരോഹിത്, 5 SP മാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 കാസർഗോഡ്.